ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്കിളെ, പുതിയതായി നമ്മൾ 4 പ്രോജക്റ്റ് യൂസിൽ സൈൻ ചെയ്തിട്ടുണ്ട് സാർ. അതിനുള്ള അഗ്രിമെൻറ്റ് ഡീറ്റെയിൽസൊക്കെ ഈ ലാപ്പിലുണ്ട്. അങ്കിള് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതേ നോക്ക്, കമ്പനിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും എന്നെ മൊത്തമായിട്ടൊന്ന് റിലീവ് ചെയ്യണം. മഹീന്ദ്രൻ സാർ പറയാണ്. ഇനി ഓഫീസ് ഉത്തരവാദിത്തങ്ങളെല്ലാം നീ തന്നെ നോക്കണം. അപ്പോൾ അവിടെ മേഘ വന്നിട്ട് പറയാണ്, എന്താ അച്ഛാ, അച്ഛന് പഴയതൊക്കെ മറന്നുപോയി എന്ന് പറയുന്നത് ശരിയാ? ഞാൻ അച്ഛൻ്റെ മകളാണെന്ന് മറന്നുപോയോ? അപ്പോൾ അത് കേട്ടപ്പോൾ മഹേന്ദ്രൻ സാർ നോക്കുകയാണ് ലക്ഷ്മിയെ. എനിക്ക് തരേണ്ട ചുമതലകളൊക്കെ സിദ്ധുവിന് കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. മേഘ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം താൻ തന്നെ അനുഭവിച്ചിടണം എന്നാണ് പറയുന്നത്. അത് പണ്ട് പഴമക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ സിദ്ധുവിനെ ഏൽപ്പിച്ചത്. നിനക്കിതൊന്നും നല്ലപോലെ നോക്കാൻ സാധിക്കില്ല മോളെ. അതെന്താ അച്ഛാ സാധിക്കാത്തത്? സാധിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങനെ ഒഴിവാക്കുക. അച്ഛൻ തന്നെ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാ അച്ഛാ? അപ്പോൾ മുത്തശ്ശി പറയാണ്, മഹേന്ദ്ര, ഇത്രയും കാലം നിനക്ക് ശേഷം മേഘ വേണം എന്ന് പറഞ്ഞിട്ട് അവളെ വളർത്തി. പക്ഷേ ഇന്ന് അവളെ മാറ്റി നിർത്തി ആ ഉത്തരവാദിത്തങ്ങളെല്ലാം സിദ്ധുവിന് കൊടുത്താൽ ഇവളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും? ഞാൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. സിദ്ധുവിന് ഉത്തരവാദിത്തം എന്തുകൊണ്ട് കൊടുത്തെന്നാൽ ഇവന് മേഘയെക്കാളും എല്ലാ കാര്യങ്ങളിലും എക്സ്പീരിയൻസ് ഉണ്ട്. ആ യോഗ്യത ഉണ്ടെന്നുള്ള ബോധം കൊണ്ടാണ് കൊടുത്തത്. മേഘയും സ്വന്തമായി അധ്വാനിച്ച് അവളുടെ കഴിവ് തെളിയിച്ചാൽ അവൾക്കും നല്ല ഉത്തരവാദിത്തങ്ങൾ നൽകും. മേഘ പറയാണ്, ഈ വീട്ടിൽ എല്ലാവരും ഒരു പക്ഷം ചേർന്ന തീരുമാനമെടുക്കുന്നത്. എനിക്കിതിനോട് യോജിപ്പില്ല എന്ന് പറഞ്ഞ് മേഘ അവിടെ നിന്ന് പോയി. മുത്തശ്ശിയും ദേഷ്യം പിടിച്ച് എന്നിട്ട് പറയാണ്, എന്തെങ്കിലും ചെയ്, നിങ്ങളുടെ കമ്പനിയായി. അതും പറഞ്ഞ് രണ്ടുപേരും സിറ്റൗട്ടിലുള്ള സോഫയിൽ വന്നിരുന്നു. അപ്പോഴാണ് സ്വീറ്റ്സുമായിട്ട് മലർ ഓടി വന്നത്. മുത്തശ്ശി, സിദ്ധു എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മ കോളേജിൽ ചേർന്നു. അതും കൂടെ കേട്ടപ്പോൾ മുത്തശ്ശിക്കും മേഘയ്ക്കും നല്ല ഷോക്കായി. മുത്തശ്ശൻ, നാളെ മുതൽ അമ്മ കോളേജിൽ പോകാൻ പോവുക. അതിനുള്ള ചോക്ലേറ്റാണിത്. അത് കലക്കി മോളെ എന്ന് പറഞ്ഞ് മുട്ടായിൻ്റെ പ്ലേറ്റ് വാങ്ങിച്ച് എല്ലാവർക്കും നീട്ടി കാണിക്കുകയാണ് സിദ്ധു തന്നെ. ഇതാ മുത്തശ്ശ, ഇതാ ആൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. ലക്ഷ്മി, മലർ, ചന്ദ്രിക കോളേജിൽ പോകാൻ പോകുന്നെന്നോ? എന്താ മോളെ നീ പറയുന്നേ? അതേ, അമ്മ ഈ കോളേജിലാണ് ചേരാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലുള്ള പുസ്തകം അവർക്ക് നീട്ടി. ചന്ദ്രിക കറസ്പോണ്ടായി BCom ചേർന്നിരിക്കുക. എല്ലാവർക്കും സന്തോഷമായി. മുത്തശ്ശൻ പറയാണ്, കൊള്ളാമല്ലോ എന്ന്. അപ്പോൾ ലക്ഷ്മിയോ മറ്റുള്ള മഹേന്ദ്രനും ഒക്കെ ചിരിക്കുകയാണ്. മുത്തശ്ശൻ പറയാണ്, ചന്ദ്രിക ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് എന്തായാലും പ്രോത്സാഹിപ്പിക്കണം. ലക്ഷ്മി ചോദിച്ചു, മലർ, അമ്മ എന്തേ? അമ്മ നാണം കൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല എന്ന്. ഓ, ചന്ദ്രികയ്ക്ക് നാണാവുന്നോ? മോള് പോയിട്ട് അവളെ വിളിച്ചു വാ. മുത്തശ്ശിയും മേഘയും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ്. മറ്റുള്ളവർക്കൊക്കെ നല്ല സന്തോഷമുണ്ട്. മലർ ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് പറയാണ്, അമ്മേ എല്ലാവരും വിളിക്കുന്നു. എന്നെ എന്തിനാ? വാ അമ്മേ, വാ, അവർ വിളിക്കുന്നു അമ്മേ. മുത്തശ്ശനും ലക്ഷ്മിയോ മഹേന്ദ്രൻ സാറോ സിദ്ധു ഒക്കെ കൈമുട്ടി അവളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മുത്തശ്ശി ഇവിടെ നിന്ന് പറയാണ്, എന്തൊക്കെയായി ചെയ്യുന്നേ? ലക്ഷ്മി പറയാണ്, എന്തിനാ ചന്ദ്രികയെ നാണിക്കുന്നേ? നീ എടുത്തിരിക്കുന്ന തീരുമാനം നല്ല തീരുമാനം. നിനക്കത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. നീ കോളേജിൽ ചേർന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. മഹേന്ദ്രൻ അങ്കിൾ പറയാണ്, നീ ഡിഗ്രി പഠിച്ച് നല്ല ഒരാളാവ്. നിനക്ക് ഞാൻ എൻ്റെ കമ്പനിയിൽ തന്നെ ജോലി തരാം. അതുപോലെ ചന്ദ്രിക വളരെ നന്ദിയുണ്ട് സാർ. സിദ്ധു, കൺഗ്രാറ്റ്സ് ചന്ദ്രിക. ഇപ്പോഴാണ് നീ നിൻ്റെ ജീവിതത്തിൽ അടുത്ത കാൽവെപ്പ് നടത്തിയത്. ഇനി മുതൽ നീ നിൻ്റെ ജീവിതത്തിൽ എടുക്കുന്നത് ഓരോ സ്റ്റെപ്പും സക്സസ് ആയിരിക്കും. നോക്കിക്കോ. മുത്തശ്ശനും ലക്ഷ്മിയും ഒക്കെ അഭിനന്ദിക്കുകയാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടുന്ന് മുത്തശ്ശിയോ മേഘയോ ആണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. കേട്ടില്ലേ, കരിപ്പാത്രം തേക്കുന്നവൾ ഡിഗ്രി പാച്ചാൻ പോകുന്നു. അതിന് എല്ലാവരും ഇവിടെയുള്ള ആൾക്കാരൊക്കെ തലയിൽ കയറ്റി വെക്കുന്നു. എന്ന് പറഞ്ഞ് അവർ തുപ്പൊക്കെ ചെയ്തു. ഇതാണോ കുടുംബം? നാണം കെട്ടൊരു കുടുംബം. മുത്തശ്ശി, ഇതുകൊണ്ടൊന്നും ഇവർ നിർത്തില്ല. ചന്ദ്രികയുടെ പഠിത്തം കഴിഞ്ഞാലുടൻ നമ്മുടെ കമ്പനിയിൽ തന്നെ എന്നേക്കാൾ ഉയർന്ന ഒരു പോസ്റ്റിൽ അവളെ പിടിച്ചിരുത്തും. അതാ നടക്കാൻ പോകുന്നത്. മുത്തശ്ശി, അതൊക്കെ ഇവർ ചെയ്തെന്ന് വരും. പക്ഷേ അതിനു മുമ്പേ ഞാൻ ഇവരുടെ നട്ടെല്ലൊടിച്ച് എങ്ങനെയാണ് കടത്തുന്നത് എന്ന് നീ കണ്ടോ?
മുത്തശ്ശൻ എപ്പോഴാ കോളേജിൽ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളത്? നാളെ മുതൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് സാർ. ഓ, ഓൾ ദി ബെസ്റ്റ്. നന്നായി വരൂ. പിന്നെ ചന്ദ്രിക പറയാണ്, ഞാൻ കോളേജിൽ ചേരാനുള്ള പ്രധാന കാരണം മലരാ. ഇവളാ ഞാൻ പഠിച്ച് വലിയ ജോലിക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇവക്ക് വേണ്ടിയാ ഞാൻ ആ കോളേജിൽ ചേർന്നത്. ചന്ദ്രിക, എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ ഈ പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല. ഉറപ്പായും പഠിച്ച് ഡിഗ്രി എടുത്ത് മലർ പറഞ്ഞതുപോലെ അവളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റും. പിന്നെ ലക്ഷ്മി അമ്മ പറയാണ്, ഉറപ്പായിട്ടും നീ വിചാരിക്കുന്നതൊക്കെ നടക്കും ചന്ദ്രികെ. സിദ്ധുവും നാളെ മുതൽ നമ്മളെ ചന്ദ്രിക കോളേജ് സ്റ്റുഡൻ്റ് ആവാൻ പോവുക. എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയാണ്, പോ സാർ, എന്നെ ഇങ്ങനെ കളിയാക്കാതെ. നോക്ക്, കോളേജ് കുമാരി നാണിക്കുന്നത് കണ്ടില്ലേ? മുത്തശ്ശൻ, ചന്ദ്രികയെ കോളേജിൽ ആരെങ്കിലും നിന്നെ റാഗ് ചെയ്താൽ വന്നാൽ നീ സിദ്ധുവിനോട് പറഞ്ഞാൽ മതി. ഇവൻ വന്ന് അവരുടെ കാര്യം നോക്കിക്കോളൂ. സിദ്ധു, എൻ്റെ മുത്തശ്ശ എന്നേക്കാൾ നല്ലത് ചന്ദ്രിക തന്നെ ഇതിനൊക്കെ. ചന്ദ്രിക നാണം കുണിങ്ങായി. ഒന്ന് പോ സാർ, സാറിനെ എപ്പോൾ കളിയാക്കല. അവൾ നാണത്തോടെ അവിടെ നിന്ന് പോയി ചന്ദ്രിക. അതിനുശേഷം മലരും കൂടെ ഓടാൻ പോവുകയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, നിൽക്ക് മോളെ, ഈ പ്ലേറ്റ് കൂടി ഈ ബുക്കും കൂടി അങ്ങെടുത്തോ. പിന്നെ രാജീവൻ സിദ്ധുവിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. സിദ്ധു കോൾ എടുത്തിട്ട് പറയാണ്, ആ എന്താടാ? അപ്പോൾ രാജീവൻ പറയുന്നു, ഞാൻ നിൻ്റെ വീട്ടിലുണ്ട്, നീ എവിടെയുള്ളത്? ആണോ, ഞാൻ മുകളിലുണ്ട്, നീ ഇങ്ങോട്ട് വാ. ആ ശരി, ഞാൻ വരാം. സിദ്ധു, ഏയ് വാടാ. എടാ, നീ എന്താ ഇങ്ങോട്ട് വന്നേ? എന്തെങ്കിലും പ്രധാന കാര്യമുണ്ടോ? ആ ഉണ്ട്, ഒരു പ്രധാന കാര്യമുണ്ട്. കാലത്ത് ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ദീപയെയും മഹേഷിനെയും ഒരുമിച്ച് കണ്ടായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും സ്റ്റേഷനിലെത്തിക്കാൻ ഞാൻ ശ്രമിച്ചതാടാ. അവൻ പിന്നെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സിദ്ധുവിനോട് പറഞ്ഞു കൊടുത്തു. പക്ഷേ അവൻ എന്നെ അടിച്ച് താഴെ ഇട്ടിട്ട് ദീപയും കൊണ്ട് പോയി കളഞ്ഞടാ. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയടാ, പക്ഷേ അവൻ ദീപയും കൊണ്ട് രക്ഷപ്പെട്ടു കളഞ്ഞു. രക്ഷപ്പെട്ടെന്നോ? എന്ത് ചെയ്യാനാടാ? സോറിയടാ, സാലിടാ, വിട്ടേക്ക്, നമുക്ക് നോക്കാം. ഇത്തവണയും അവൾ രക്ഷപ്പെട്ടു. എന്നെങ്കിലും ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ തന്നെ അവൾ വന്നു പെടും. അന്ന് ദീപയുടെയും മഹേഷിൻ്റെയും അവസാനമായിരിക്കും. സിദ്ധു പറയാണ്. പിന്നെ സിദ്ധു പറയാണ്, നീ അറിയോ, ഒരു പ്രധാന കാര്യമുണ്ട്. എന്താ? മഹേഷ് ഇങ്ങനെ ചന്ദ്രികയോട് പരിധി വിട്ട് പെരുമാറണമെങ്കിൽ എന്താ കാര്യം നിനക്കറിയോ? അറിയില്ലല്ലേ? അറിയില്ലടാ, പറയ്. അതിൻ്റെ കാരണം മേഘയാണ്. ഞാൻ ചന്ദ്രികയെ സ്നേഹിക്കുന്ന കാര്യം മേഘ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ മഹേഷിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. മഹേഷിനെയും ചന്ദ്രികയും ഒരുമിപ്പിച്ച് എന്നോട് പകരം വീട്ടാൻ നടക്കുക അവൾ. എടാ, ആദ്യ ദീപയെ കണ്ടുപിടിച്ച് മഹേഷിൽ നിന്നും ഡിവോഴ്സ് വാങ്ങിക്കൊടുക്കണം നമുക്ക് ചന്ദ്രികയ്ക്ക്. നീ ആദ്യം ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടുകാരുടെ സമ്മതപ്രകാരം തന്നെ അത് നടത്താൻ നോക്കണം. അല്ലടാ, അതിന് ചന്ദ്രിക സമ്മതിക്കണ്ടേ? ചന്ദ്രികയുടെ മനസ്സിൽ എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? ഇനി അവളുടെ മനസ്സിലുള്ളത് ബഹുമാനം മാത്രമാണെന്നോ എനിക്കറിയില്ലല്ലോ. ചന്ദ്രികയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പോലും ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ അത് നിന്നോട് പറയാൻ കഴിയില്ല. അത് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വേണം അതിനനുസരിച്ച് പെരുമാറാൻ. അതേ സിദ്ധു, ചന്ദ്രികയുടെ കഴുത്തിൽ നീ താലി കെട്ടുന്നതുവരെ മഹേഷ് അവളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ചന്ദ്രിക എന്നാണോ നിൻ്റെ ഭാര്യയായി മാറുന്നത് അന്നവൻ അവളെ വിട്ട് പോകും. അല്ലെങ്കിൽ മേഘ മഹേഷിനെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഡ്രാമ ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. എടാ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അവസാനം വരെ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. സിദ്ധു പറയാണ്, എങ്ങനെയെങ്കിലും ആദ്യം ദീപയെ കണ്ടുപിടിക്കണം. ശരി, വാ, നമുക്ക് പോകാം. സിദ്ധു വണ്ടിയും എടുത്ത് പോവുകയാണ്. അപ്പോൾ അതുവഴി വരികയായിരുന്നു മഹേഷ് അവൻ്റെ വണ്ടിയിൽ. അപ്പോൾ സിദ്ധു ഒരു വല്ലാത്ത രീതിയിൽ ബ്രേക്ക് ഇട്ടു. അപ്പോൾ അതിന് ഇടയിൽ മഹേഷ് തെറിച്ച് വീണു. മഹേഷ് വീണെടുത്തുനിന്ന് എണീച്ചിട്ട് അവൻ്റെ ദേഹത്തുള്ള പൊടിയൊക്കെ തുടക്കുകയാണ്. അപ്പോൾ സിദ്ധുവും വണ്ടിയിൽ നിന്നും ഇറങ്ങി വരികയാണ്. മഹേഷ് ചോദിക്കുകയാണ് അടുത്തേക്ക് വന്ന സിദ്ധുവിനോട്, എന്താ സാറേ, ഇപ്പോഴാണോ കാർ ഓടിച്ച് പഠിക്കുന്നത്? മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി പണിയുന്നത് നിനക്കൊരു ശീലമാണല്ലേ? സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. സിദ്ധു പറയാണ് മഹേഷിനോട്. അത് ശരിയാ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നമാക്കുന്നത് ഞാനല്ല, നിങ്ങളാ. സിദ്ധുവിനോട് പറയാണ്. ഞാനും ചന്ദ്രികയും ഭാര്യ ഭർത്താക്കന്മാരാ. ഞങ്ങൾ തമ്മിൽ ഒരിക്കൽ പിരിഞ്ഞു, ഇപ്പോൾ ഒന്നിക്കാൻ നോക്കുന്നു. നിങ്ങളാണ് സാർ തടസ്സം നിൽക്കുന്നത്. ദീപ എവിടെയാണ് നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സാറിന് വലിയ വലിയ ആൾക്കാരെയൊക്കെ പരിചയമുണ്ടല്ലോ, സാറ് തന്നെ കണ്ടുപിടിക്കേണ്ടതല്ലേ. പിന്നെ എന്തിനാ സാറേ എന്നോട് ചോദിക്കുന്നത്? എടാ, എന്താടാ നിനക്കിത്ര അഹങ്കാരം? ഞങ്ങളുടെ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലെ പണി ചെയ്തിട്ട് എന്നോട് കയറി സംസാരിക്കുന്നോടാ. ഇത് അവൻ്റെ കോളറിൽ പിടിച്ചു. എന്നിട്ട് പറയാണ്, മര്യാദയ്ക്ക് നീ ദീപയെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറയടാ, അല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് തന്നെ.
അപ്പോഴേക്കും മേഘ കണ്ടു. സിദ്ധാർത്ഥ് അവരുടെ അടുത്തേക്ക് പോയി മേഘ. എന്നിട്ട് പറയാണ്, സിദ്ധു, നീ ആരാണെന്ന് വിചാരിച്ചിരിക്കുന്നത്? മഹേഷിൻ്റെ മേൽ കൈവെക്കുന്നു. നീ ആദ്യം കൈയെടുക്ക്. അവൻ ആ കൈ കൊണ്ട് അവനെ തട്ടിയിട്ട് കൈവലിച്ചു. എന്നിട്ട് അവൾ പറയാണ്, ഞാൻ നോക്കുമായിരുന്നു, നീ ഓവറാകുന്നുണ്ട്. മഹേഷ് എൻ്റെ പേഴ്സണൽ ഡ്രൈവറാണ്. അവൻ്റെ മേൽ കൈവച്ചാൽ ഞാൻ നോക്കി നിൽക്കില്ല. ഓ അങ്ങനെയാണോ? ഇവനെ ഒരു ഫ്രോഡാണ്. അപ്പോൾ അവനെ ജോലിക്ക് വെച്ചിരിക്കുന്നത് നീയോ? നോക്ക്, എന്നെ വെറുതെ അപമാനിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് നീ നോക്കണ്ട. ഞാൻ നിന്നെ അപമാനിച്ചതൊന്നുമല്ല, നീ നിന്നെ തന്നെയാണ് അപമാനിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയിട്ട് തെറ്റായ കാര്യങ്ങളല്ലേ ചെയ്യുന്നത്? ഞാൻ തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, നീയാണ് ചെയ്യുന്നത്. ഞാൻ ഭാര്യാഭർത്താക്കന്മാരെ ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നീ അവരെ പിരിക്കാൻ നോക്കുന്നു. ഞാൻ ചന്ദ്രികയ്ക്ക് നല്ലത് ചെയ്യാൻ ശ്രമിക്കുന്നു, നീ അത് ഇല്ലാതാക്കുന്നു. എന്താ? ദീപയോടൊപ്പം ഒരുമിച്ച് ജീവിക്കുന്ന ഇവനെ ചന്ദ്രികയോടൊപ്പം ജീവിക്കാൻ സഹായിക്കുന്നു. ഇതാണോ നീ അവൾക്ക് ചെയ്യുന്ന നന്മ? ചന്ദ്രികയ്ക്ക് നിന്നെക്കുറിച്ച് ഒന്നും അറിയില്ല മേഘ, അതുകൊണ്ട് ആ പാവം നിന്നെ വിശ്വസിക്കുന്നത്. ആ മര്യാദയ്ക്ക് ദീപയോടൊപ്പമാണ് ജീവിക്കുന്നത് എന്ന് കോടതിയിൽ സമ്മതിച്ച് ചന്ദ്രികയ്ക്ക് ഡിവോഴ്സ് കൊടുത്തേക്ക്. ദീപയോടൊപ്പം തന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ചന്ദ്രികയെ ഉപേക്ഷിച്ച് പോയിക്കോ. ഇല്ലെങ്കിൽ അത് നിനക്ക് തന്നെ പണിയാവും. സാറേ, ചന്ദ്രിക എന്നോടൊപ്പം വരാതെ ഞാൻ ഈ വീട് വിട്ട് പോവില്ല. ചന്ദ്രികയെയും മലരിനെയും നിങ്ങളിൽ നിന്നും പിരിച്ച് എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. സിദ്ധു ദേഷ്യത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കിയിട്ട് അവൻ്റെ വണ്ടിയിൽ പോയി കയറി. മഹേഷ്, യെസ് മാഡം. അവൻ പറഞ്ഞത് കേട്ടില്ലേ? ദീപ എങ്ങാനും അവൻ്റെ കയ്യിൽ കിട്ടിയാൽ വലിയ പ്രശ്നമാവും. അവളോട് ശ്രദ്ധിച്ച് നിൽക്കാൻ പറയും. ശരി മാഡം. പിന്നെ ചന്ദ്രിക മലറിനെ സ്കൂൾ വിടുകയാണ്. സ്കൂളിൽ എത്തിയിട്ട് അവളെ ഇറക്കിയിട്ട് പറയാണ്, മലർ നന്നായി പഠിക്കണം, ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞു തരുന്നതൊക്കെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും സംശയം തോന്നിയാൽ അപ്പം തന്നെ മിസ്സിനോട് ചോദിക്കണം. ശരി അമ്മേ. ശരി അമ്മേ, ശരിക്ക് ശ്രദ്ധിച്ചിട്ട് കോളേജിൽ പോയിട്ട് വാ. ശരി എൻ്റെ ചക്കരെ. അമ്മ കോളേജ് കഴിയുമ്പോൾ മോളെ വിളിക്കാൻ ഇങ്ങ് വരാം. ശരി അമ്മേ. അപ്പോഴേക്കും അവിടെ ഒരു മിസ്സ് വന്നു. അപ്പം മിസ്സിൻ്റെ അടുത്ത് പറയാണ് മലർ, മിസ്, ഇന്ന് എൻ്റെ അമ്മ ആദ്യമായിട്ട് കോളേജിൽ പോവുക. ഓ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ചന്ദ്രികയെ. താങ്ക് യു ടീച്ചർ. മകളും പഠിക്കാൻ വരുന്നു, അമ്മയും പഠിക്കാൻ പോകുന്നു. വെരി ഗുഡ്. മലരും ടീച്ചറും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കോളേജിൽ പോകാൻ തീരുമാനിച്ചത്. നല്ല കാര്യം പറയുന്നത് ആരായാലും അതപ്പം തന്നെ സ്വീകരിക്കണം. പ്രിയ വന്നു മലർ എന്ന് വിളിച്ചിട്ട്. അപ്പോൾ മലർ പറയാണ്, മലർ, പ്രിയ, ഇന്ന് എൻ്റെ അമ്മ ആദ്യമായിട്ട് കോളേജിൽ പോവുക. കൺഗ്രാജുലേഷൻസ് ചന്ദ്രിക ആൻറ്റി. താങ്ക് യു മോളെ. ശരി, ക്ലാസ് തുടങ്ങാൻ സമയമായി, രണ്ടുപേരും ചെല്ലാൻ നോക്ക്. ബായ്. ടീച്ചർ പറഞ്ഞുകൊടുക്കാണ്, സെമിനാർ ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യണം. 3 വർഷം പോകുന്നത് അറിയാനേ ഇല്ല, അത് വേഗം അങ്ങ് പോകും. അതിനുശേഷം ചന്ദ്രികയുടെ ഡിഗ്രി ഹോൾഡറായിട്ട് മാറും. പിന്നെ നിങ്ങളെ ലൈഫ് തന്നെ മാറും. എനിവേ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ടീച്ചർ. ചന്ദ്രിക സൈക്കിളിൽ ഓടി പോവുകയാണ്. അപ്പോൾ അതുവഴി വന്ന സിദ്ധു വണ്ടിയിൽ നിന്നും എത്തി നോക്കിയിട്ട് പറയാണ്, ചന്ദ്രിക എന്താ ഇതുവഴി പോകുന്നേ? ഓ, ഇന്ന് കോളേജ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ചന്ദ്രിക വേക്കെന്ന് വരുന്ന കാറിനെ ശ്രദ്ധിക്കായിരുന്നു. എന്നിട്ട് അവൾ തിരിഞ്ഞു നോക്കിയിട്ട് പറയാണ്, സിദ്ധു സാറിൻ്റെ കാറ് പോലുണ്ടല്ലോ. എന്തിനാ സിദ്ധു സാർ എന്നെ ഫോളോ ചെയ്യുന്നേ? സിദ്ധു സാർ അവളുടെ കൂടെ തന്നെ പിന്നാലെ വരികയാണ്. അവളാണെങ്കിൽ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.